ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഇറ്റ്സ് മീ അന്ന. അപ്പോൾ ഇത് രാവിലെ സമയം 7:23 അപ്പോൾ ഇന്നാണ് നമ്മുടെ അമ്മു ചേച്ചിയുടെ കല്യാണം. അപ്പോൾ ചേച്ചി രാവിലെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയിട്ട് റെഡിയാകാൻ വേണ്ടി നമ്മുടെ പാർലറിൽ വന്നേക്കുവാണ്. അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിക്കണേ ടെൻഷനുണ്ടോ? അപ്പോൾ പറഞ്ഞു ഏയ് ടെൻഷനോ എന്തിന് എന്നുള്ളൊരു മട്ടിലായിരുന്നു. പിന്നെ ഇത് അമ്മു ചേച്ചിയുടെ അനിയനാണ്, ചേച്ചിനെ ആക്കാൻ വേണ്ടി വന്നതായിരുന്നു, ആക്കിയിട്ട് പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചേച്ചി ഓർണമെൻറ്റ്സും അതേപോലെ ഇന്നലെ കിട്ടിയ ഗിഫ്റ്റും പിന്നെ ഞങ്ങൾ വളയൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ചേച്ചിയുടെ തല വെക്കാനുള്ള താമരയുടെ ഒരു മാല നമ്മളിങ്ങനെ വട്ടത്തിൽ കെട്ടാനായിട്ട് അതും പിന്നെ മുല്ലപ്പൂ ഒക്കെ കൊണ്ടുവന്നു. പിന്നെ അത് കഴിഞ്ഞ് സാരിയൊക്കെ ഉടുപ്പിച്ചൊക്കെ കഴിഞ്ഞ് നേരെ മേക്കപ്പ് ചെയ്യാൻ കിടത്തിയപ്പോൾ വള ഇടാൻ വേണ്ടി നോക്കണമായിരുന്നു. പക്ഷെ വള ഇച്ചിരി ചെറുതായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ക്ലെൻസറൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കണതാണ്. ഒട്ടും നടക്കണില്ലായിരുന്നു. പിന്നെ സാവകാശം കയറ്റി പിന്നെ ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ഞാൻ വള കയറ്റിയിട്ട് നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നഖം വെക്കാൻ എക്സ്റ്റൻഷന് നഖം വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അന്ന ചേച്ചി ഇങ്ങനെ നഖത്തിൽ ഗമ്മൊട്ടിച്ചിട്ട് നഖം ഒട്ടിച്ച് വെക്കും. അങ്ങനെ ഞാൻ എടുത്ത് കൊടുക്കും അളവിനനുസരിച്ച്. അങ്ങനെയായിരുന്നു. പിന്നെ ഫുൾ നഖം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്കാണ് ഈ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മാലയൊക്കെ ചൂസ് ചെയ്ത് പിന്നെ ദേ ഇപ്പോൾ പല്ലി ലിപ്സ്റ്റിക്ക് പറ്റിയെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ അമ്മു ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞെന്നുള്ള കാര്യം എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ ടിഷ്യൂ ഒക്കെ എടുത്ത് കൊടുത്തിട്ട് ആ പല്ലിൽ പോയ ലിപ്സ്റ്റിക്കൊക്കെ തേച്ച് കളഞ്ഞുകൊണ്ടിരിക്കണതാണ്. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി ഞങ്ങൾ വിട്ടു പോകണമെങ്കിൽ സങ്കടം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി വിതുമ്പി കാണിക്കണതാണ്. എന്നിട്ട് പറഞ്ഞു സങ്കടമൊന്നും ഇല്ലെന്ന്. പിന്നെ നമ്മൾ നെറ്റിച്ചുറ്റി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കണതാണ്. ആദ്യത്തെ വെച്ചു, ഇഷ്ടപ്പെട്ടില്ല. രണ്ടാമത്തെ വെച്ചു, അതും ഇഷ്ടപ്പെട്ടില്ല. പുള്ളി സിമ്പിളിൻ്റെ ആളാണ്, സിമ്പിൾ മതി എന്ന് ഇരിക്കണമായിരുന്നു. മൂന്നാമത്തെയും വെച്ചു, അതും ഇഷ്ടപ്പെട്ടില്ല. ഫൈനലി നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും ചെറിയൊരു ചുറ്റി വെച്ചപ്പോഴത്തേക്കും കൊള്ളാം അടിപൊളി എന്ന് പറഞ്ഞിട്ട് ആ മുഖത്തെ പുഞ്ചിരി കണ്ടാൽ മനസ്സിലാവും അത് ഇഷ്ടപ്പെട്ടെന്ന്. അപ്പോൾ അത് മതിയെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹെയർ സ്റ്റൈലൊക്കെ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കണതാണ്. അപ്പോൾ ചേച്ചിയുടെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ ആയിട്ട്. അപ്പോൾ ഫുഡ് ഇങ്ങനെ വായി വെച്ച് കൊടുത്തോണ്ടിരിക്കണതാണ്. അപ്പോൾ അമ്മു ചേച്ചി പറഞ്ഞു ഇന്നും കൂടി ഇതൊക്കെ ഉണ്ടാവുള്ളൂ, നാളെയൊക്കെ എന്നെ ഒരു വില പോലും ഉണ്ടായില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മുടിയൊക്കെ നമ്മൾ കെട്ടി മുല്ലപ്പൊക്കെ വെച്ച് മറ്റേ നമ്മൾ ആദ്യം കാണിച്ചില്ല താമര വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം എല്ലാം കഴിഞ്ഞ് നമ്മുടെ ക്യാമറമാൻ ചേട്ടന്മാരൊക്കെ വന്നു. അപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോയൊക്കെ എടുക്കണമെന്ന് പറഞ്ഞാൽ അവർ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫൈനലായിട്ട് നമ്മുടെ ഓർണമെൻറ്റ്സും പിന്നെ അവരുടെ ഫോട്ടോഷൂട്ടും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ചേച്ചി പറഞ്ഞു ചേച്ചി മാട്ടി ഉണ്ടെങ്കിൽ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് 2 മാട്ടിയും നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും മാട്ടിയൊക്കെ വെച്ച് കൊടുത്ത് പിന്നെ അവരുടെ ഫോട്ടോഷൂട്ട് തുടങ്ങി. നമ്മുടെ വീഡിയോ എടുപ്പും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ക്യാമറമാൻ ചേട്ടന്മാരുടെയൊക്കെ തുടങ്ങി. പിന്നെ ആശമ്മക്ക് ദക്ഷിണ കൊടുക്കണതാണ്. ദക്ഷിണ കൊടുത്ത് കാലിലൊക്കെ തൊട്ട് എണീറ്റ്. അപ്പം ഞങ്ങൾ പറഞ്ഞു വേണമെങ്കിൽ ഒന്ന് കെട്ടിയൊക്കെ പിടിക്കാൻ പറഞ്ഞപ്പോൾ കെട്ടിയൊക്കെ പിടിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞുള്ള നിമിഷങ്ങളെന്ന് വെച്ചാൽ ഫുൾ പിന്നെ സെൻഡിയായിരുന്നു. ചേച്ചി ഇപ്പം കരയും എന്ന് പറഞ്ഞ് നിൽക്കണമായിരുന്നു. കണ്ണൊക്കെ ഫുൾ നിറഞ്ഞ് കരയെന്നുള്ള രീതിയിൽ ചിരി ഉണ്ടേ പോലും കണ്ണ് ഫുൾ നിറഞ്ഞിരിക്കുന്നതാണ്. പിന്നെ ലാസ്റ്റ് ഒരു തുള്ളി വീണപ്പോൾ ഒരു ടിഷ്യൂ ഒക്കെ എടുത്ത് കൊടുത്ത് പിന്നെ എന്നിട്ട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഞാൻ കരഞ്ഞ എൻ്റെ മേക്കപ്പ് പോകും. അത് കഴിഞ്ഞപ്പോൾ ആശമ്മ പറഞ്ഞു ഇനി കരഞ്ഞാൽ നല്ല തല്ലിൽ വെച്ച് തരുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ കരച്ചിലൊക്കെ നിർത്തി. പിന്നെ ആൾ ഹാപ്പി ആയി. പിന്നെ വീട്ടിൽ ചെന്നിട്ടുള്ള കാഴ്ചകളാണ്. എപ്പോഴത്തെയും പോലെ ഞങ്ങൾ വീണ്ടും ഇന്നും വൈകിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ സമയമൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ചേച്ചി താലമൊക്കെ എടുത്തിട്ട് നമ്മുടെ സ്റ്റേജിലോട്ട് കയറി മണ്ഡപത്തിൽ കയറി പരസ്പരം ഒരു മാലയൊക്കെ ഇട്ടു. ഇപ്പം ചേട്ടൻ താലി കെട്ടുന്നു. അപ്പം ചേച്ചിനെ നമ്മൾ കെട്ടിച്ച് വിടുന്നത് മൂവാറ്റുപുഴയിലോട്ടാണ്. അപ്പം ചേട്ടൻ്റെ പേര് സിബി എന്നാണ്, ചേച്ചിയുടെ പേര് അഹല്യ എന്നാണ്. പിന്നെ നമ്മുടെ അമ്മു ചേച്ചിയുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ഇതൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. പിന്നെന്താണ് ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് അതേ സമയപ്പോഴാണ് ഞങ്ങൾ എത്തിയത്. ഇവരുടെ ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു, എല്ലാവരുമായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു. പിന്നെ അമ്മു ചേച്ചിയുടെ അനിയനായിട്ട് ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ സ്റ്റേജിലൊന്ന് കയറി. അമ്മു ചേച്ചി വേർത്ത് ഒലിക്കണമായിരുന്നു, ഫുൾ ചൂടായിരുന്നു കൊണ്ടിട്ട്. പിന്നെ ആശം ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കാൻ കയറിയതാണ്. സ്റ്റേജിൽ കയറിയപ്പോൾ ഫ്രണ്ടിൽ ഇരുന്ന ഒരു ചേച്ചിയുടെ കയ്യിൽ ക്യാമറ കൊടുത്തിട്ടാണ് ഞാൻ കയറിയത്. അവിടെയാണെങ്കിൽ നിറച്ചും ചേട്ടന്മാരൊക്കെ വന്ന് ഫ്രണ്ടിൽ നിൽക്കണമായിരുന്നു. പിന്നെ അവരൊക്കെ മാറിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വീഡിയോയിൽ കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഇറങ്ങി. പിന്നെ അവരെയൊക്കെ വിഷ് ചെയ്ത് ഒരു ഓൾ ദി ബെസ്റ്റൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞൊക്കെ നിന്ന്. അപ്പോൾ അമ്മു ചേച്ചി പറഞ്ഞു ബാ നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ്
ഞങ്ങൾ പിന്നെ ഒരുമിച്ചൊക്കെ ഫോട്ടോയൊക്കെ എടുത്ത്. അപ്പം ചേച്ചിക്കാണെങ്കിൽ സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, ടെൻഷനുണ്ട്, എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു ഫീലായിരുന്നു. പിന്നെ ഞാൻ ഫോട്ടോയൊക്കെ എടുത്തിട്ട് പിന്നെ കുറച്ച് നേരം അല്ല, ഒരു 5-10 സെക്കൻഡ് അവരായിട്ട് സംസാരിച്ചിട്ട് ഞാൻ പിന്നെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ അവിടെ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു, പിന്നെ നല്ല തിരക്കും നല്ല ചൂടുമായിരുന്നു. ചൂടാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. അപ്പോൾ പിന്നെ സദ്യ കഴിക്കാൻ വേണ്ടി നിന്ന് ആദ്യത്തെ പന്തിയിൽ നിന്നും ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയില്ല, രണ്ടാമത്തേതിൽ നിന്നും ഇരിക്കാൻ പറ്റിയില്ല, മൂന്നാമതിൽ നിന്നും ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആദ്യത്തെ പന്തിയിൽ തന്നെ ഇരിക്കാൻ പറ്റാഞ്ഞു കൊണ്ടിട്ട് അങ്കയും പപ്പയും കയറി വിളമ്പാൻ നിന്നായിരുന്നു. കാര്യം അവിടെ ഒടുക്കത്തെ തിരക്കാണ്. അപ്പോൾ പിന്നെ വിളമ്പണ ആൾക്കാർക്കും അങ്ങോട്ടൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ജുവാനൊക്കെ വിശന്നിട്ട് ജുവാന റിയാമ്മ ഇരുന്നപ്പോൾ റിയാമ്മയുടെ ഇലയിൽ നിന്ന് കഴിക്കുന്നുണ്ട്. ഫൈനലി ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടി ഇരുന്നു. പിന്നെ എൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ സദ്യ കഴിച്ചാൽ അതിൻ്റെ അകത്ത് ഞാൻ സാമ്പാറും അതേപോലെ പപ്പടവും മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. പിന്നെ അച്ചാറും കഴിക്കും, വേറെ ഒന്നും ഞാൻ സദ്യക്കാരൊന്നും തൊടാറില്ല, എനിക്കിഷ്ടമല്ല. പിന്നെ നമുക്ക് ഇല വിളമ്പി പിന്നെ ലാസ്റ്റ് നമുക്ക് സദ്യയുടെ ബാക്കി കറികളും എല്ലാം വന്നു. അപ്പോൾ ആശം വേണമെങ്കിൽ പപ്പടം 2 എക്സ്ട്രാ ചോദിച്ച് മേടിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞാൽ ജിൻസിയാൻ്റെ അടിച്ചു മാറ്റി. പിന്നെ ആ ജിൻസിയാൻ്റെ അടിച്ചു മാറ്റി അതിൻ്റെ അകത്ത് നിന്ന് പകുതി ഞാനും അടിച്ചു മാറ്റി. പിന്നെ ഇരിക്കുന്ന ഒരൊറ്റ വ്യക്തി കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം. അപ്പോൾ പിന്നെ അവർ ഭക്ഷണം കഴിക്കാൻ നിൽക്കണതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്കിനി അമ്മുജിനെ കുറിച്ച് 2 വാക്ക്. ചേച്ചി ചേട്ടനെ കുറിച്ച് 2 വാക്ക്. അത്രയും പറഞ്ഞപ്പോ ഇനി തിരിച്ചു പറ ചേട്ടാ. ഞാനിതേപോലെ തന്നെ അപ്ലോഡ് ചെയ്യും കേട്ടോ, ഒന്നും പറഞ്ഞില്ലേ. എന്താ പിന്നെ നമ്മൾ അമ്മൂച്ചനെ കൊണ്ട് ചേട്ടനും അതേപോലെ ചേട്ടനെ കൊണ്ട് ചേച്ചിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കുടിപ്പിച്ച്. ഇതൊക്കെ എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ, ഈ ക്ലിപ്പിങ്സൊക്കെ ഈ വാരി കൊടുക്കുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ചേച്ചി വോട്ട് ചെയ്യാൻ പോകണം. വോട്ടിൻ്റെ അന്നായിരുന്നു ചേച്ചിയുടെ കല്യാണം. പിന്നെ അത് കഴിഞ്ഞ് ചേച്ചി കല്യാണ സാരിയിൽ തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കതൊരു വീഡിയോ ഇട്ടൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ പോലീസുകാർ പെട്ടെന്ന് കയറ്റി വിട്ട് പെട്ടെന്ന് വോട്ട് ചെയ്തിട്ട് പോകുന്നു. പിന്നെ ഇതാണ് നമ്മുടെ അമ്മൂച്ചിയുടെ കൂട്ടത്തിൽ രാവിലെ തൊട്ടുണ്ടായിരുന്ന ക്യാമറ ചേട്ടന്മാർ. കിച്ചു ചേട്ടനും അതേപോലെ മറ്റേ ചേട്ടനെ പറ്റി ലിൻസനെന്നാണ് തോന്നുന്നത്, എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. പിന്നെ ചേച്ചിയൊക്കെ അതേ ഇപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോകാൻ നിൽക്കുവാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ നേരെ ചേട്ടൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കല്യാണത്തിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും.